സിപിഎമ്മിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിക്കുകയാണ്. വാർത്ത ഇതാണ്. അതായത് സിപിഎമ്മിന്റെ ആശയധാര ഉൾക്കൊണ്ടുകൊണ്ട് സിപിഎമ്മിന്റെ അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം സിപിഎമ്മിന്റെ കൂടെ ഒന്നിക്കുന്നു. ലക്ഷ്യം കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള യുദ്ധം തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിപിഎം കേന്ദ്ര സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് പടപൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ ഒന്നും ശരിയല്ല എന്ന് ആരോപിച്ചുകൊണ്ട് സാമ്പത്തിക നയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാർ വലിയ രീതിയിലുള്ള പൊരുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുതന്നെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ സമരവും സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിഷേധ സമരം സിപിഎം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കേരളത്തിലെ തന്നെ പ്രതിപക്ഷം അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ്. ആ പ്രതിപക്ഷ കൂട്ടായ്മയിലെ തന്നെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഈ എല്ലാ പ്രശ്നങ്ങളും, അതായത് കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്ന വലിയൊരു കടുത്ത പ്രശ്നം എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ മാത്രം, അഥവാ കേരള സർക്കാരിന്റെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രശ്നമാണ്. അതല്ലാതെ കേന്ദ്രത്തിന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാനായിട്ട്, അത് അംഗീകരിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് സിപിഎം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അഥവാ ഇടതുമുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾ കോൺഗ്രസിന് അംഗീകരിക്കാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെയായിരുന്നു കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിലാണ് പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ കേന്ദ്രത്തിനെതിരെ ഇതേ ആശയധാര പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ 7-ാം തീയതി ഒരു സമരവുമായി മുന്നോട്ട് വരുന്നത്. കേന്ദ്രത്തിനെതിരെ ഒരു സമരം ചെയ്യാനായിട്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് സിപിഎം എന്താണോ, അഥവാ ഇടതുമുന്നണി എന്താണോ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എങ്ങനെ പടപൊരുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതേ ആശയധാര സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. 2018 മുതൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം വേണമെന്ന് സിപിഎം പല ആവർത്തി പറയുന്നതാണ്. പക്ഷേ അന്നൊന്നും തന്നെ ആ ഒരു സാഹചര്യത്തിൽ അതൊന്നും നടത്തിക്കൊണ്ടു പോകാനായിട്ട് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ മറ്റതെല്ലാം മാറ്റിവെച്ചു, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഒന്നിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പടയൊരുക്കം ആരംഭിക്കാൻ പോകുന്നത്. വ്യക്തിഗത നികുതിയടക്കം കേന്ദ്രവിഹിതം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫോറം രൂപീകരിക്കാനാണ് ഇപ്പോൾ നിലവിൽ കർണാടക കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയുടെ ദേശീയത എന്ന കർണാടക കോൺഗ്രസ് MP DK സുരേഷിന്റെ പരാമർശത്തിന് പിന്നാലെ സമാന ചിന്താഗതിക്കാരായ പാർട്ടികൾ ഫോറം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സഖ്യം രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ ചർച്ചയിലുണ്ടെന്നും ഇതിന് കർണാടക മുൻകൈയെടുക്കണമെന്ന് ബന്ധപ്പെട്ടവരുടെ താല്പര്യമെന്നും കർണാടക മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന CM സിദ്ധരാമയ്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ബസവരാജ രായറെഡ്ഡി പറഞ്ഞിരുന്നു. ഫെഡറലിസമാണ് ഫോറത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യവും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാത്തതിനാൽ അവർക്ക് ശക്തമായൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ഇതായിരുന്നു രായറെഡ്ഡിയുടെ ആവശ്യം. 2018 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ സമയത്ത് സമാന ആവശ്യവുമായി കേരളം രംഗത്ത് വന്നിരുന്നതാണ്. 15-ാം ധനകാര്യ കമ്മീഷന്റെ വ്യവസ്ഥകൾ അന്യായമാണെന്ന പരാതി അന്ന് സിദ്ധരാമയ്യ നൽകിയിരുന്നു. തുടർന്ന് അന്നത്തെ കേന്ദ്ര ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കാൻ ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെ യോഗത്തിന് ക്ഷണിച്ചു. എന്നാൽ അതേ സമയത്ത് തന്നെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഈ ആലോചനയുമായി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാർ ഫെബ്രുവരി 7-ാം തീയതി ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ മറ്റു മന്ത്രിമാരും ഭരണകക്ഷി MLA-മാരും എല്ലാം തന്നെ സമരത്തിൽ പങ്കെടുക്കും. 8-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളവും ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്ന് തെലങ്കാന സമരം സംഘടിപ്പിക്കും. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ദക്ഷിണേന്ത്യൻ ഫോറം എന്ന ആശയം വീണ്ടും ശക്തി പ്രാപിക്കപ്പെടുകയാണ്. നാം ഇപ്പോൾ ശബ്ദമുയർത്തണമെന്നും പ്രതിഷേധ ബോധമില്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ DK ശിവകുമാർ പറയുന്നുണ്ട്. ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ BJP JDS MLA-മാരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഇപ്പോൾ ഡൽഹിയിലെ പ്രതിഷേധത്തിന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അതിനുശേഷം ഫോറം രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് സിദ്ധരാമയ്യ കടക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറിയായ നസീർ അഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറം രൂപീകരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ആവശ്യവും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി രായറെഡ്ഡി ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഡൽഹിയിലെ പ്രതിഷേധത്തിലും ഫെബ്രുവരി 16-ന് നടക്കാനിരിക്കുന്ന ബജറ്റിലുമാണ് ഇപ്പോഴത്തെ ശ്രദ്ധ. ഇതിനുശേഷം ഫോറം രൂപീകരിക്കാനുള്ള യോഗം സിദ്ധരാമയ്യ വിളിച്ചു ചേർക്കും. അതായത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ചില നയങ്ങൾ, അതായത് BJP ഇതര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില അവഗണന നേരിടുന്നുവെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി
തവണയായിട്ട് കർണാടകവും കേരളവും ഒരുപോലെ തന്നെ ആവർത്തിക്കുന്ന കാര്യമാണ്. പക്ഷേ നിർമ്മല സീതാരാമൻ, അതായത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണെങ്കിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും പലപ്പോഴും ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു പറയുന്നത്. യാതൊരു തരത്തിലുള്ള അത്തരമൊരു മനോഭാവമില്ല. ഇന്ന് പോലും അത്തരമൊരു പരാമർശം പാർലമെന്റിൽ ഉയരുകയുണ്ടായിരുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കമേ ഉണ്ടായിട്ടില്ല, അത്തരമൊരു അവഗണന സംസ്ഥാനങ്ങളോട് കാണിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJP ഇതര സംസ്ഥാനങ്ങൾക്ക് വരുന്ന ഫണ്ടിന്റെ കാര്യത്തിൽ, വിഹിതത്തിന്റെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ നടക്കുകയാണ്. ഈ 2024 ആരംഭിച്ചപ്പോഴും കേരളത്തിന് നേരിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോലും ആ പ്രതീക്ഷകളെല്ലാം തന്നെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു. യാതൊരു തരത്തിലുള്ള ഒരു അനുകമ്പ പോലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും കേരളത്തോട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വിഹിതം വെട്ടിക്കുറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നുണ്ട്, ശമ്പള കുടിശ്ശികയെല്ലാം തന്നെ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ ബജറ്റ് അവസാനിക്കുമ്പോൾ പോലും കേരളത്തിന് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാകും എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ടില്ല. ചെറിയ രീതിയിലെല്ലാം ചെറിയ പേച്ചപ്പുകൾക്ക് സാധിക്കുമെങ്കിൽ പോലും ഈ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പ്രതിവിധി ലഭിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ആവശ്യം, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം വേണം, ഒരു സമരം വേണം, അവരുടെ ഈ അവഗണനയ്ക്ക് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം, അതായത് 2018 ഉയർത്തിയ ആ ഒരു ആവശ്യം ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യമാണ്. കേരളത്തിലെ കോൺഗ്രസുകാർ CPMന്റെ ഈ ഒരു ആവശ്യം അഥവാ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ഒരു ആവശ്യം പിന്തള്ളിയ സാഹചര്യത്തിലാണ് അങ്ങ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ CPMന്റെ അതേ ആശയധാര പിന്തുടരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും 7-ാം തീയതിയും 8-ാം തീയതിയും ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികളുണ്ട്. അതിനുശേഷം തെലങ്കാനയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടാകുന്നുണ്ട്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന് എതിരെ ഒന്നിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഈ അവഗണന ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഈ അവഗണനയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐക്യപ്പെടലിന് തയ്യാറാവുകയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്രയും സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നത് എന്നുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു വോട്ട് അട്ടിമറിക്കലിലേക്ക് നയിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്, ആശങ്കയുണ്ട്.